എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബാലേന്ദ്രനോട് തർക്കിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി രാജീവൻ പറയുന്നുണ്ടായിരുന്നു, ശിവേട്ട ഇനി അയാളോട് തർക്കിക്കാൻ നിൽക്കണ്ട, പൈസ ഞങ്ങൾ തന്നേക്കാം എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ പെങ്ങളുടെ ഹോസ്പിറ്റൽ ബില്ലടക്കം ഞാൻ ചോദിച്ചു വാങ്ങിയെന്ന് അവളോടും കൂടെ പറയണമെന്ന് പറയും. അപ്പോൾ അത് എന്നാത്തിനാ പറയുന്നതെന്ന് ഇങ്ങനെ ശിവൻ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ പറയണം. അങ്ങനെ പറയുന്ന സമയത്ത് അവൾ ആ കിടക്കയിൽ കിടന്നുകൊണ്ട് ഒരു പൊളയിൽ പൊളയും. അപ്പോൾ അതൊക്കെ ഒന്ന് എനിക്ക് കാണാൻ വേണ്ടിയിട്ടാണ്, എനിക്കിനി ഇതൊക്കെയല്ലേ ഉള്ളൂ ഒരു രസമായിട്ട് എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ രാജീവനാണെങ്കിലും ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് ഭയങ്കര ദേഷ്യമൊക്കെ വരുന്നുണ്ട്. അപ്പോഴേക്കും അലീന അവിടേക്ക് ജ്യൂസും കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. അവർക്ക് 3 പേർക്കും കൂടെ ഉള്ള ജ്യൂസൊക്കെ എടുത്തുകൊണ്ട് വരികയാണ്. അപ്പം അങ്കിളെ നല്ല ഫ്രഷ് ജ്യൂസാണ് എടുക്കുകയെന്ന് പറയും. അപ്പോൾ ശിവനാണെങ്കിൽ ജ്യൂസ് എടുക്കുന്നുണ്ട്. അപ്പോൾ രാജീവനാണെങ്കിൽ ഒരു ഭയങ്കര ദേഷ്യത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, ദേഷ്യമൊന്നും കാണിക്കേണ്ട, എടുത്തോ, സ്വന്തം പെങ്ങളുടെ മോള് ആദ്യമായിട്ട് കൊണ്ട് തരില്ലേ, അപ്പോൾ അവൾക്കും ഇതൊക്കെയല്ലേ ഉള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ബാലേന്ദ്രൻ അവരോട് നമുക്ക് ഡൈനിങ് ടേബിളിൻ്റെ അവിടേക്ക് ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് അവരെ അവിടേക്ക് അങ്ങ് ഇരിക്കാനായിട്ട് പോവേ. പിന്നെ ഇതേ സമയം ബബിതയും രോഹിത്തും കൂടെ ഭയങ്കര ചർച്ച നടത്തുകയാണ്. അലീനയോട് നമുക്ക് ഇങ്ങനെ സോഫ്റ്റ് കോർണറൊന്നും കാണിക്കേണ്ട കാര്യമൊന്നുമില്ല, അങ്കിളുമാരങ്ങനെ പലതും പറയും, അവർക്ക് നമ്മളെ ഇവിടെ കൊണ്ടുവിട്ട് ഒഴിവാക്കി എങ്ങനെയും തിരിച്ചു പോകണമെന്നേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബബിതയാണെങ്കിലും പറയുന്നുണ്ട്, അവൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റാത്ത രീതിയിൽ തലവേദന ഉണ്ടാക്കി കൊടുക്കുന്ന കാര്യം ഞാൻ ഏറ്റു എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ രോഹിത്ത് പറയാണ്, അവൾ ഉണ്ണുന്ന ചോറിൽ തുപ്പാൻ പറ്റുമെങ്കിൽ എന്നിങ്ങനെ പറയുമ്പോഴേക്കും കൃഷ്ണമോൾ അവിടെ വന്ന് നിൽക്കുന്ന കാണുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടു, ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ തിരിച്ചടി കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രോഹിത്തിനാണെങ്കിൽ ചെറിയ പേടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ രോഹിത് പറയുന്നുണ്ടായിരുന്നു, ഞാൻ വെറുതെ എൻ്റെ മനസ്സിലുള്ള ആ ദേഷ്യം പറഞ്ഞു എന്നേ ഉള്ളൂ, ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന്. ഇനിയിപ്പോൾ അങ്ങനെ ചെയ്താലും ഞാൻ നിങ്ങൾ ഈ പറഞ്ഞതെല്ലാം അച്ഛനോട് ചെന്ന് പറഞ്ഞു കൊടുക്കാം, അല്ല അലീന ചേച്ചിനോട് പറഞ്ഞു കൊടുക്കാം, അലീന ചേച്ചി തീരുമാനിച്ചോട്ടെ നിങ്ങൾക്ക് തരുന്ന ഫുഡിൽ എന്തൊക്കെ ചേർക്കണം എന്നുള്ളത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ എന്തായാലും ഇങ്ങോട്ട് വന്നത് നിങ്ങളെ അങ്കിൾമാർ വിളിക്കുന്നുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്, അവർക്ക് പറഞ്ഞിട്ട് പോകാനാണെന്ന് തോന്നുന്നുണ്ട് എന്ന് പറയും. അപ്പോൾ ബബിത പറയുന്നുണ്ടായിരുന്നു, ഇനി എന്നാ പറയാനാ, അവർ പറയാനുള്ളതെല്ലാം പറഞ്ഞതല്ലേ എന്ന്, എന്നാൽ പിന്നെ ഞാനിത് അങ്ങോട്ട് ചെന്ന് അവരോട് പറയാമെന്ന് പറയുമ്പോൾ വേണ്ട, ഞാൻ അങ്ങോട്ട് വന്നോളാം എന്ന് പറയുന്നുണ്ട്. ഈ നരകത്തിൽ നിന്ന് എങ്ങനെയും ഒന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നൊക്കെ ബബിത പറയുന്നുണ്ട് കേട്ടോ. അമ്മ തിരിച്ചു വന്നെങ്കിൽ ഫ്ലാറ്റോ വാടക വീടോ എടുത്ത് അങ്ങോട്ടേക്ക് മാറായിരുന്നു എന്ന് പറയുമ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ടായിരുന്നു, അപ്പോൾ പോകാൻ പോകുന്നത് ഇതിനേക്കാളും വലിയ നരകത്തിലേക്കായിരിക്കും, അമ്മയുടെ ശമ്പളം കൊണ്ട് വേണം എല്ലാം, ഫ്ലാറ്റിൻ്റെ വാടക, അതുപോലെ തന്നെ നിങ്ങളുടെ പഠിപ്പിൻ്റെ കാര്യങ്ങൾ, മെഡിസിൻ എല്ലാം അമ്മയുടെ ശമ്പളം കൊണ്ട് വേണം, അതും കൂടെ ഓർക്കണം എന്ന് പറയും കേട്ടോ. പിന്നീട് കൃഷ്ണമോൾ താഴേക്ക് പോകും. അങ്ങനെ പിറകെ രോഹിത്തും ബബിതയും കൂടെ പോകുന്നു. അവർ വരുമ്പോൾ ശിവൻ പറയുന്നുണ്ടായിരുന്നു ബാലേന്ദ്രനോട്, ഞാനാണ് ഇവരെ രണ്ടുപേരെ ഇവിടുന്ന് വിളിച്ചു കൊണ്ടുപോയത്, അപ്പോൾ ഞാൻ തന്നെ ഇവരെ ഇങ്ങോട്ട് കൊണ്ടുവിട്ടിട്ടുണ്ട്, നിങ്ങൾ നിങ്ങളുടെ അച്ഛൻ്റെ കൂടെ തന്നെയാണ് ജീവിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട്. അപ്പോൾ രാജീവനും പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നിങ്ങളുടെ അച്ഛൻ പറയുന്നത് കേട്ട് അനുസരിച്ച് ജീവിച്ചോണം, നിങ്ങളുടെ അമ്മ ചിലപ്പോൾ അവളുടെ വാശി ജയിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നിങ്ങളെ ഇങ്ങനെ ഉപേക്ഷിച്ചു എന്ന് വരും, അപ്പോൾ അതുകൊണ്ട് അമ്മയുടെ അഹങ്കാരത്തിന് ഇതിനൊന്നും കൂട്ട് നിൽക്കരുത്, അച്ഛൻ പറയുന്നത് കേട്ട് ജീവിച്ചോണം എന്നൊക്കെയായിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങളുടെ ജീവിതം ഇനി നിങ്ങളുടെ കയ്യിലാണ്, അത് ഇങ്ങനെ കുറഞ്ഞൻ്റെ കയ്യിൽ പൂമാല കിട്ടിയ പോലെ ആവരുത് എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ച് അങ്ങോട്ട് വിടും കേട്ടോ. അപ്പോൾ അവരാണെങ്കിലും ഒന്നും മിണ്ടാതെ അങ്ങോട്ട് പോകും. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, ആരോട് പറയാൻ എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. അപ്പോഴേക്കും ബബിതയ്ക്കുള്ള ജ്യൂസും കൊണ്ട് അലീന പോയിട്ടുണ്ടായിരുന്നു. ഫ്രഷ് ജ്യൂസാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങ് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അലീനയോട് പറയും, എനിക്ക് വേണ്ടാന്ന് പറയും. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയതാണെന്ന് വെച്ചിട്ടാണോ, ഞാൻ ഉണ്ടാക്കിയത് കഴിക്കാതെ ഇവിടെ ജീവിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, ഞാൻ തന്നെയാണ് ഇവിടുത്തെ അടുക്കളക്കാരി ഇപ്പോഴും എന്ന് പറയും. അപ്പോൾ ബബിതയ്ക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട് ആ ട്രേ അടക്കം അങ്ങോട്ട് തെറിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ശബ്ദം കേട്ടുകൊണ്ട് അലീന എന്താ അവിടെയെന്ന് ചോദിച്ചുകൊണ്ട് ബാലേന്ദ്രൻ എണീറ്റ് വരും കേട്ടോ. അപ്പോൾ താഴെ ആ ഗ്ലാസും ഒക്കെ പൊട്ടി ചിതറി കിടക്കുന്ന കാണുമ്പോൾ, നീ എന്നെ കാണിച്ചെന്ന് ചോദിക്കുന്നുണ്ട്, നിനക്ക് ജ്യൂസ് വേണമെങ്കിൽ ജ്യൂസ് വേണ്ടാന്ന് പറഞ്ഞാൽ പോരെ, തെറിപ്പിക്കുകയാണോ വേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ബബിതയോട് ബാലേന്ദ്രൻ, അപ്പം ഞാൻ വേണ്ടാന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇവൾ പറയുകയാണ്, ഇവൾ തന്നെയാണ് ഇവിടുത്തെ അടുക്കളക്കാരി എന്നും അവളുണ്ടാക്കുന്ന ഫുഡ് കഴിക്കാതെ ഇവിടെ ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് പറഞ്ഞത്, അപ്പോൾ എനിക്ക് ദേഷ്യം വന്നു എന്ന് പറയും. അപ്പോൾ അത് അലീന പറഞ്ഞത് സത്യം തന്നെയാണ്, അങ്ങനെ തന്നെയാണ്, അവൾ തന്നെയാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്, അല്ലാതെ ഇവിടെ ജീവിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബബിതയാണെങ്കിലും ദേഷ്യപ്പെട്ട് അവിടുന്ന് പോകാൻ നിൽക്കുമ്പോൾ, നീ എവിടെ പോകാമെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ താഴെ കിടക്കുന്ന അതെല്ലാം പെറുക്കി ഇങ്ങനെ എടുക്കാനൊക്കെ പറയുന്ന സമയത്ത്, എനിക്ക് പറ്റത്തില്ല എന്നാട്ടോ ബബിത പറയുന്നത്. അപ്പം നിന്നെക്കൊണ്ട് പറ്റിക്കാൻ എനിക്കറിയാം, കൃഷ്ണമോളെ പോയി ചൂലെടുത്തുകൊണ്ട് പോകാമെന്ന് പറയും. അപ്പോൾ കൃഷ്ണമോള് ചൂലെടുത്തുകൊണ്ട് കൊണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നീ ചെയ്തതിന് നിൻ്റെ കരണത്തെ അടിക്കുകയാണ് വേണ്ടത്, പക്ഷേ ഇവരെല്ലാം നിൽക്കുന്നതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബബിതയ്ക്ക് വേറെ നിവൃത്തിയൊന്നുമില്ല, അതുകൊണ്ട് തന്നെ പിന്നെ അവിടെ ഇരുന്നിട്ട് ആ ഗ്ലാസ് പൊട്ടിയതെല്ലാം പെറുക്കി ട്രെയിലിടുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ രാജീവൻ പറയുന്നുണ്ട്, മോളെ പറഞ്ഞതനുസരിച്ച് നീ കാണിക്കുന്നത് കണ്ടിട്ട് ഞങ്ങൾക്കും കൂടെ അടി തരാനാ തോന്നിയെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇത് പെറുക്കുന്നതിൻ്റെ ഇടയിലും അലീനെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ബബിത. അത് കഴിഞ്ഞ് പിന്നീട് അലീന കഞ്ഞിവെള്ളം എന്തോ ചെടിക്ക് ഇങ്ങനെ ഒഴിക്കാൻ പോയതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒഴിച്ച് തിരിയുന്ന സമയത്താണ് മനു അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ മനു ആണെങ്കിൽ അലീന പറഞ്ഞ പോലെ മീനൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല സന്തോഷത്തിൽ ആ മീനാണെങ്കിൽ അലീനയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് ചോദിക്കും കേട്ടോ അലീന. അപ്പോൾ ഇത് മീനാണെന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, ഞാൻ വെറുതെ ഇങ്ങനെ പറഞ്ഞതായിരുന്നു, മീൻ വാങ്ങിക്കണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ, വെറുതെ പറഞ്ഞതോ, ഞാനൊരു അടി വെച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് മനു ഇങ്ങനെ തമാശയ്ക്ക് അലീനനെ അടിക്കാനൊക്കെ നിൽക്കുന്നുണ്ട്.
അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ കറി വെച്ചോ ഫ്രൈ ചെയ്തോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡൈനിങ് ടേബിളിലേക്ക് എത്തിക്കുകയെന്ന് പറയും. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട് ഇതെന്നാ മീനാന്ന്. അപ്പോൾ കടൽ മീൻ എന്ന് പറയും കേട്ടോ. കടൽ മീനോ ഈ മീനിന് പേരില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തലയും വാലും ഒക്കെ പോയി കഴിഞ്ഞാൽ മീനെല്ലാം ഒരുപോലെ തന്നെയല്ലേ എന്നൊക്കെ മനു പറയുകയാണ്. എന്തായാലും അലീന കട്ട് ചെയ്ത മീനാണെന്നൊക്കെ ചോദിക്കുമ്പോൾ കട്ട് ചെയ്താണെന്ന് പറയുമ്പോൾ എന്നാൽ പിന്നെ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ എനിക്ക് പണിയായതിനെന്ന് പറഞ്ഞിട്ട് അലീന അവിടെ നിന്ന് പോകട്ടോ. അപ്പോൾ അലീന പോകുന്നു നോക്കി ഇങ്ങനെ മനു കുറച്ച് സമയം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നീട് എല്ലാവരും ഭക്ഷണം കഴിക്കുകയാണ്. എല്ലാവർക്കും ഇങ്ങനെ വിളമ്പി കൊടുത്തുകൊണ്ട് കൃഷ്ണയും അതുപോലെ തന്നെ അലീനയും നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശിവൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇരിക്കുന്നില്ലേന്ന്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇന്ന് ഇങ്ങനെ വിളമ്പുകാരായിട്ട് നിൽക്കാമെന്ന് ആദ്യം തീരുമാനിച്ചതാണ്, നിങ്ങൾ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ കഴിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് ശിവനോട് ഇങ്ങനെ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് ശിവേട്ടൻ എന്നാൽ തിരിച്ചു പോകുന്നതെന്ന്. അപ്പോൾ നാളെ പോകണം എന്നാണ് വിചാരിക്കുന്നത്, പക്ഷേ ടിക്കറ്റ് ശരിയായിട്ടില്ല എന്ന് പറയും. മനു ചോദിക്കുന്നുണ്ട് രാജീവനോട് കൊച്ചച്ഛൻ നാളെ പോവില്ലേന്ന്. ഞാൻ നാളെ പോകും, എൻ്റെ ടിക്കറ്റ് എല്ലാം ഓക്കെ ഏതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് അലീനയോട് പറയുന്നുണ്ടായിരുന്നു മനു ആണെങ്കിലും ഇങ്ങനെ ഫുഡെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നന്നായിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് ഇങ്ങനെ അലീന ചേച്ചിക്ക് മാത്രം ക്രെഡിറ്റ് കൊടുത്താൽ പോരാ, ഞാനും ഇങ്ങനെ രാവിലെ മുതലേ അടുക്കളയിൽ കഷ്ടപ്പെടുകയാണെന്ന് പറയുമ്പോൾ നിൻ്റെ കാര്യം ഞാൻ ഓർത്തില്ല മുത്തേ, നിനക്കും തന്നിരിക്കുന്നു എന്നൊക്കെ പറയും. പിന്നീട് അവർ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് എണീക്കും. പിന്നീട് ശിവൻ ബാലേന്ദ്രനോട് പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് നിന്നോട് പറയാനല്ലേ പറ്റുള്ളൂ, കുടുംബം നഗരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനി തീരുമാനം എടുക്കേണ്ടത് നീയാണ് എന്നൊക്കെ പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു എന്നോട് ഈ പറഞ്ഞതെല്ലാം നിങ്ങളുടെ പെങ്ങളോട് പോയി പറഞ്ഞേക്ക്, ആരാണ് അനുസരണയോടുകൂടിയും താഴ്മയോടുകൂടിയും നിൽക്കേണ്ടതെന്നൊക്കെ അവളെയും കൂടി ഒന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുമെന്ന് പറയട്ടോ. അപ്പോൾ മനു അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു മതി ഇനി സംസാരിച്ച് വഷളാവണ്ട, പറയാനുള്ളതെല്ലാം പറഞ്ഞതല്ലേ എന്ന് പറയൂ കേട്ടോ. അപ്പോൾ ശിവനാണെങ്കിലും പിന്നീട് ഇങ്ങനെ പറയാൻ നിൽക്കുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു അവർ പറയട്ടെ എന്ന് പറയൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് കൂടുതലൊന്നും പറയാനില്ല, നിനക്കിപ്പോൾ 4 മക്കളാണുള്ളത്, അതിൽ 3 പെൺമക്കളാണ്. ആ 3 പേരെ ഒന്ന് കരയ്ക്കടുപ്പിക്കണമെങ്കിൽ ആരോഗ്യവും ആയുസ്സും എല്ലാം വേണം. അപ്പോൾ ഒരു പെണ്ണിൻ്റെ അഹങ്കാരത്തിന് മുന്നിൽ അതെല്ലാം ഇങ്ങനെ വെറുതെ പാഴാക്കി കളയരുത്, അത്രേ ഞങ്ങൾക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവർ പോകും കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് കൃഷ്ണയും അലീനയും ഭക്ഷണം കഴിക്കാനിരിക്കുന്നുണ്ട്. അപ്പോൾ അവർ കഴിച്ച് കഴിയുമ്പോഴേക്കും മനു അങ്ങോട്ടേക്ക് വന്നിട്ട് കൃഷ്ണനോട് ചോദിക്കുന്നുണ്ട് ഭക്ഷണം കഴിച്ചു എന്ന്. അപ്പോൾ വയറ് പൊട്ടാറായി എന്ന് പറയും കേട്ടോ. മനു കൃഷ്ണനോട് അവിടെ ഇരിക്കാനായിട്ട് പറയും. അപ്പോൾ അലീന അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഊണൊക്കെ കഴിഞ്ഞു എന്ന് ചോദിക്കും. ഇനി ആരെങ്കിലും വരാനുണ്ടോ എന്നിങ്ങനെ അലീന ചോദിക്കുന്ന സമയത്ത് മനു പറയുന്നുണ്ട് ഇനിയിപ്പോൾ ആര് വരാനാന്ന്. അങ്ങനെ പിന്നെ അവർ 3 പേരും കൂടെ അവിടെ ഇരുന്ന് സംസാരിക്കുകയാണ്. ബബിതയും രോഹിത്തും ഇപ്പോഴും അവരുടെ സ്വഭാവത്തിന് ഒരു മാറ്റം ഇല്ലല്ലോ, അപ്പോൾ അതിനെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ കൃഷ്ണ പറയുന്നുണ്ടായിരുന്നു ഒന്നിൽ നമ്മൾ അവരുടെ ഇതിലേക്ക് മാറുക എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ പിന്നെ അവരുടെ കാര്യമൊന്നും ശ്രദ്ധിക്കാതൊക്കെ. പക്ഷേ അവരെ ഇങ്ങനെ വിടുമൊന്നുമില്ല, അച്ഛൻ അഹങ്കാരം കാണിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ അവരെ ഇങ്ങനെ ശരിക്കും ഇതാക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ 2 പേരും കൂടെ ഒരുമിച്ച് പോയപ്പോഴേ അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, ഇനിയല്ലേ ഇനിയിപ്പോൾ എന്തായി തീരും എന്നൊക്കെ ഇങ്ങനെ മനു പറയുന്നുണ്ട്. അപ്പോൾ അവർക്കും ഇതാണ് ഇഷ്ടം, ഇതാകുമ്പോൾ ആരും അവരെ നിയന്ത്രിക്കാനൊന്നും ഉണ്ടാവില്ലല്ലോ, അതുതന്നെയാണ് അവരുടെ ഉദ്ദേശം എന്നൊക്കെ ഇങ്ങനെ അലീന പറയുന്നുണ്ട്. എന്നിട്ട് മനു ഇങ്ങനെ ചുറ്റും നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അബിതി രോഹിത്തും അവിടെ ഇല്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കൃഷ്ണ പറയും അവർ അമ്മയുടെ റൂമിൽ കയറി എന്ന് പറയും കേട്ടോ. എന്നിട്ടാണ് പറയുന്നത് ഈ പ്രശ്നമൊക്കെ ഒന്ന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈജാന്റിനെ സത്യം അറിയിക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ ആരറിയിക്കും, മേഡം അത് അറിഞ്ഞിട്ടുണ്ടെങ്കിലും മേഡത്തിന് അത് താങ്ങാൻ പറ്റില്ല എന്നൊക്കെ അലീന പറയുകയാണ് കേട്ടോ. അത് മാത്രമല്ല ഇതെല്ലാം അച്ഛനെ അറിഞ്ഞിട്ടുണ്ടെങ്കിലും ആകെ തകർന്നു പോവും, ഒരു ചില്ല് കൊട്ടാരം തകർന്നടിയുന്ന പോലെ തകർന്നു പോവും മേഡം എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ കൃഷ്ണയെ അത് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അമ്മയ്ക്ക് ആകെ ഷോക്കായിരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചത്. പിന്നെ പ്രൊമോ കാണിക്കുന്നുണ്ട്. അപ്പോൾ മനു അലീനയോട് ചോദിക്കുന്നുണ്ട് നിൻ്റെ അമ്മ നിന്നെ തിരിച്ചറിയണമെന്ന് നിനക്ക് ആഗ്രഹമില്ലേന്ന്. അപ്പോൾ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് എന്തായാലും ബാലേന്ദ്രൻ പറഞ്ഞ പോലെ വൈജിനോട് ചെന്ന് പറയുന്നുണ്ടായിരുന്നു രാജീവനും ശിവനെല്ലാം. എന്നിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ ബാലേന്ദ്രൻ്റെ മകളെ അംഗീകരിച്ചിട്ടുണ്ട് എന്ന്, പക്ഷെ നിങ്ങൾ അംഗീകരിച്ചോ, ഞാൻ ഒരിക്കലും അംഗീകരിക്കില്ല എന്നാണ് കേട്ടോ വൈജ പറയുന്നത്. പിന്നെ മനുവിനോട് ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു അലീന അവളുടെ അമ്മ തിരിച്ചറിയണമെന്നൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ ഇപ്പോഴല്ല അവൾ അറിയേണ്ടത്, വൈജ മരിക്കാൻ കിടക്കുന്ന സമയത്ത് മാത്രമേ ഞാൻ അലീനയെ നീക്കി നിർത്തിക്കൊണ്ട് ഇത് നിന്റെ മകളാണെന്ന് പറയുള്ളൂ എന്നൊക്കെയാണ് കേട്ടോ ബാലേന്ദ്രൻ മനുവിനോട് പറയുന്നത്.